കാൽവരി പൂക്കളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗരോഹിത്യം വലിയൊരു ദൈവദാനമാണ്. ആ ദാനം സ്വീകരിച്ച് തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച പുരോഹിതരെയാണ് കാൽവരി പൂക്കളിലൂടെ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. ഇന്ന് തൻ്റെ വൈദിക ജീവിതത്തെക്കുറിച്ചും ദൈവവിളിയെക്കുറിച്ചും ഒക്കെ നമ്മളോട് പങ്കുവെക്കാനായിട്ട് നമ്മളോടൊപ്പമായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് ചെറുക്കടവിലച്ചനാണ്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെയൊക്കെ സുഖമില്ലായിരുന്നു. വാർദ്ധക്യം സുഖമായിട്ട് ജീവിക്കുക. എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല കേട്ടോ. അച്ഛാ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയമാണ്, ഈ വിളി തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ദൈവവിളി തിരിച്ചറിയുന്നത്? അച്ഛൻ്റെ ദൈവവിളി അച്ഛൻ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അങ്ങനെ നമ്മൾ പ്രത്യേകമായിട്ട് തിരിച്ചറിയുമെന്ന് പറയുന്നില്ല. ഞാൻ കൊച്ചിലെ തൊട്ട് പള്ളിയോടും ദേവാലയ ശുശ്രൂഷയോടും ഒക്കെ അടുത്ത് ജീവിച്ചിരുന്നതാണ്. കൊച്ചിലെ എൻ്റെ കുർബാനയ്ക്ക് കൂടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2.5-3 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് ഞങ്ങളുടെ ഇടവപ്പള്ളിയിലേക്ക്, തുരുത്തി പള്ളിയിലേക്ക്. വെളുപ്പിനെ പറ്റുന്നിടത്തോളം എഴുന്നേറ്റ് പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ സ്കൂളിൽ ഞാൻ തുരുത്തി സ്കൂളിലാണ്, മഠം സ്കൂളിലാണ് പഠിച്ചത്. പ്രൈമറി. ഹൈസ്കൂളായപ്പം ചിങ്ങവനത്തേക്ക് പോയി. അത് കോട്ടയം രൂപതയുടെ സ്കൂളാണ്. അവിടേക്ക് പോകാനായിട്ട് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പം തുരുത്തിക്ക് പോകുന്നിടത്തോളം ദൂരം തന്നെ കഷ്ടിച്ചില്ല ചിങ്ങവനത്ത് പോകാനായിട്ട്. അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെല്ലാം അകത്തൂരിക്കരായ, അതുപോലെ തന്നെ ഹിന്ദുക്കളായ കുട്ടികളാണ്. എൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ 40 കുട്ടികളുണ്ടായിരുന്നതിൽ 32 പേരും കത്തോലിക്കരല്ലായിരുന്നു. 8 പേര് കത്തോലിക്ക വിദ്യാർത്ഥികൾ. ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചതിൽ ഒരാൾ സെമിനാരിൽ പോയി. ബാക്കിയുള്ളവർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. ഒരു നല്ല പള്ളിക്കൂടമായിരുന്നു. ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഒരു അച്ഛനായിരുന്നു, കുര്യാക്കോസ് തറയപ്പട്ടക്കൽ എന്ന് പറയുന്ന അച്ഛൻ. അദ്ദേഹം ഒരു മാതൃകാ വൈദികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സമീപനം, അവിടുത്തെ അധ്യാപകർ മിക്കവാറും എല്ലാവരും കത്തോലിക്കരാണ്. അവർക്കൊക്കെ അദ്ദേഹം ഒരു വലിയ പ്രചോദനമായിരുന്നു, നല്ല ശക്തിയായിരുന്നു. ഞാൻ സെമിനാരിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഞാൻ മാർക്സിസ്റ്റുകാരനാണെന്ന് കരുതിയിരുന്ന ഹിന്ദി അധ്യാപകൻ എന്നോട് പറഞ്ഞു, കത്തോലിക്ക പട്ടക്കാരനാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ജീവിത വിളി. അപ്പോൾ ഞങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു, സന്തോഷമാണ്. അധ്യാപകരെല്ലാം പിന്നെ ഞാൻ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ളതിനേക്കാൾ അവരൊരു സഹപ്രവർത്തനെ പോലെയാണ് അത് തൊട്ട് കാണാൻ തുടങ്ങുന്നത്. 11ാം ക്ലാസ്സാണ്. 11ാം ക്ലാസ്സിലായിരുന്നു. അധ്യാപകർക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു, ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം, അച്ഛൻ്റെ നാട്, വീട്ടുവിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ വീട് തുരുത്തിയിൽ നിന്ന് 2.5 കിലോമീറ്റർ വടക്കോട്ട് മാറിയായിരുന്നു. കുറിച്ചി എന്ന് പറയുന്ന വില്ലേജിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളവിടെ കപ്പയാണ് ഞങ്ങളുടെ പ്രധാന. കപ്പ, വാഴ, ഇങ്ങനെയുള്ള കൃഷികളാണ്. ഞങ്ങളൊക്കെ കൊച്ചിലേ തൊട്ട് ഈ കാർഷിക വൃത്തിയോട് യോജിച്ച് അപ്പൻ്റെ കൂട്ടത്തിൽ വീടൊക്കെ പറമ്പൊക്കെ നോക്കി അവധി ദിവസങ്ങളിലാണ്, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ചെറിയ സഹായമൊക്കെ ചെയ്ത് ഞങ്ങൾ പോകുന്നു. മറ്റ് കൃഷി. വീട്ടിൽ എനിക്ക് 2 ചേട്ടന്മാർ. മൂത്ത ചേട്ടൻ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സ്കൂളിൽ അധ്യാപകനായിരുന്നു. രണ്ടാമത്തെ ചേട്ടൻ അങ്ങനെ പഠിച്ചില്ല. പുള്ളി അവിടുത്തെ ഇങ്ങനെ ലോക്കൽ രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നടന്നു. പിന്നെയുള്ളത് എൻ്റെ ഒരു അനിയനാണ്. അവൻ കൃഷി വളരെ ഉത്സാഹമുള്ളവനായിരുന്നു. ഇങ്ങനെ പോകുന്നുണ്ട്. അച്ഛൻ്റെ സെമിനാരി കാലം ഓർക്കുന്നുണ്ട്? ആദ്യമായിട്ട് സെമിനാരിയിൽ ചെന്ന ദിവസവും സെമിനാരിയിലെ ജീവിതാനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? 1962 ജൂൺ മാസം 8-ാം തീയതിയാണ് ഞാൻ സെമിനാരിൽ പോയത്. ഞാനും എൻ്റെ കൂട്ടുകാരന് ആലഞ്ചേരി വറീച്ചൻ എന്ന് പറയും. വറീച്ചൻ ഇപ്പം മേജർ ആർച്ച് ബിഷപ്പായിട്ട് റിട്ടയർ ചെയ്തിരിക്കുന്ന ആളാണ്. ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് സെമിനാരിൽ പോയത്. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഞങ്ങളുടെ കൂട്ടുകാർ. സെമിനാരി വന്നപ്പം വേറെ ഒത്തിരിയേറെ കൂട്ടുകാരായി. അദ്ദേഹം സ്കൂളിൽ പഠിച്ചപ്പം ചങ്ങനാശ്ശേരി SPI സ്കൂളിലേക്ക് പോയി. ഞാൻ ചിങ്ങവനത്ത് പോയപ്പോൾ സെമിനാരിയിൽ ഞങ്ങൾ പ്രീ യൂണിവേഴ്സിറ്റി അന്ന് SPI കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് സെമിനാരിയിലേക്ക് പോയി. 3 വർഷത്തെ മൈനർ സെമിനാരി കോഴ്സ് കഴിഞ്ഞ് ഞാൻ വടവാതൂർ സെമിനാരിയിലേക്കാണ് പോയത്. അദ്ദേഹം ആലുവ സെമിനാരിലേക്ക്.
1972 ജനുവരി 5-നായിരുന്നു എൻ്റെ പൗരോഹിത്യ സ്വീകരണം. ആ ഒരു ദിവസത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്? ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷം ഏതാണ്? പിന്നെ എന്തൊരു സന്തോഷമുള്ള കാര്യം. നേരത്തെ ഇങ്ങനെ ഒരുങ്ങി ഓരോ ദിവസവും ഇങ്ങനെ പൗരോഹിത്യത്തിലേക്ക് അടുത്ത് വരുമ്പോൾ അതിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ അച്ഛനാകണം, ഒരു കുർബാന ചെല്ലണം, കർത്താവിനെ കരങ്ങളിൽ എടുക്കണമെന്നൊക്കെയുള്ള ആ വലിയ ആഗ്രഹം ആണ്. ഞാൻ നല്ല സെമിനാരിലൊക്കെ എപ്പോഴും നല്ല ജാഗ്രതയോടുകൂടിയാണ് ഒരു സെമിനാരിയിൽ ഒരിക്കൽ പോലും ഒരു കുറ്റകൃത്യത്തിലോ ഒരു അടുപ്പന്മാരുടെ ഗണത്തിലോ ഒന്നും ഞാൻ ഒരിക്കലും പെട്ടിട്ടില്ല. വളരെ സെമിനാരി അധികാരികൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു. ഞാൻ പട്ടം സ്വീകരിക്കുന്നതിന് തലേ ദിവസം ഞാൻ അന്നത്തെ ഞങ്ങളുടെ റെക്ടറച്ഛന് പള്ളിക്കപ്പറമ്പ് പിതാവായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്നാ അച്ഛന് തോന്നുന്നത് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിനോട് പറഞ്ഞു, വളരെ നന്നായിട്ടുള്ള ജീവിതമാണ്, ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി, അപ്പം ഈ പൗരോഹിത്യത്തിന് എല്ലാ സന്തോഷവും സമാധാനവും കിട്ടും എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ പള്ളിക്കപ്പറമ്പ് പിതാവിനോട് വലിയ സ്നേഹമാണ് എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് എന്നോടും സ്നേഹമാണ്. ഞാൻ പോകുന്ന പള്ളികളിലേക്ക് സ്ഥാപനങ്ങളിലേക്കൊക്കെ പുള്ളി വിളിക്കുമായിരുന്നു. 10 വർഷം ഞാൻ കാഞ്ഞങ്ങാടുള്ളൊരു എസ്റ്റേറ്റിലായിരുന്നു. അദ്ദേഹം അവിടെയും വന്നു. ഒരു പ്രചോദനാത്മകമായ കാര്യം. അദ്ദേഹം ജോലി ചെയ്യുന്നതിനും കൃഷി ചെയ്യുന്നതിനൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളായിരുന്നു. ഞങ്ങളിങ്ങനെ തോട്ടത്തിൽ അവിടെ ഈ മൾട്ടി പ്ലാന്റേഷൻ, ഏലം, കാപ്പി, റബ്ബർ, തെങ്ങ്, കവുങ്ങ്, കാരണം വലിയ ഉയര വ്യത്യാസമുള്ള സ്ഥലമാകുമ്പോൾ 1500 അടി തൊട്ട് 4000 അടി വരെ ഉയരമുള്ള സ്ഥലമാണ്. 1000 ഏക്കറോളം വിസ്താരമുള്ള ഒരു ഭൂപ്രദേശമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പല കൃഷി, അപ്പോൾ ആ കൃഷികളെല്ലാം നോക്കി നടത്തുന്ന അതൊരു വലിയ സന്തോഷമായിരുന്നു. അദ്ദേഹം വന്ന ദിവസം അങ്ങനെ 50 തൊഴിലാളികൾ ഇത് ഓരോ രംഗത്തും ജോലി ചെയ്ത് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഇവിടെ തൊഴിൽ സമരമൊന്നും ഇല്ലെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. എനിക്ക് ഒരിക്കലും തൊഴിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. യൂണിയൻ ഉണ്ടായിരുന്നു, 6 യൂണിയൻ ഉണ്ടായിരുന്നു. ഒരു സ്റ്റാഫ് യൂണിയനും 5 തൊഴിലാളി യൂണിയനും. അങ്ങനെയായിരുന്നു ഞാൻ എസ്റ്റേറ്റിലായിരുന്നപ്പോൾ. ബാക്കിയുള്ളതെല്ലാം പള്ളിയിൽ. 23 വർഷങ്ങളിൽ സ്ഥാപനങ്ങളിലായിരുന്നു. ബാക്കി കാലം ഞാൻ 50 വർഷം പള്ളികളിൽ പ്രവർത്തിച്ച് ബാക്കിയെല്ലാം പള്ളിയിൽ. അപ്പം 27 വർഷം പള്ളികളിൽ തന്നെയായിരുന്നു വികാരിയായിട്ട്. അപ്പോൾ അച്ഛൻ്റെ ആ തിരുപ്പട്ട സ്വീകരണ ദിവസത്തിൽ ഏറ്റവും ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മ എന്താണ് വെച്ചാൽ? തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ ദിവസം അത് നമ്മുടെ അന്ന് ആർച്ച് ബിഷപ്പ് പടിയറയായിരുന്നു പട്ടം തന്നത്. അദ്ദേഹത്തിന് അത് കുറിച്ചി പള്ളിയിലായിരുന്നു. ആ പള്ളിയിൽ നടക്കുന്ന ആദ്യത്തെ ഒരു പരിപാടി, പള്ളി കൂദാശ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം നടക്കുന്ന ഒരു പരിപാടി, അദ്ദേഹത്തിന് അതുകൊണ്ട് വലിയൊരു സന്തോഷമായിരുന്നു അവിടെ വരാനും. പട്ടസ്വീകരണത്തിന് ശേഷം അദ്ദേഹം വളരെ സന്തോഷത്തോടെ അതേക്കുറിച്ച് പറയുകയും പ്രത്യേകമായൊരു പ്രസംഗമൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരിയേറെ അഭിനന്ദിക്കുകയും ചെയ്തായിരുന്നു. ഈ പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് അത് സെമിനാരി പഠിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടേ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. കർത്താവിന് വേണ്ടി ജോലി എടുക്കുക. ഞാൻ കൊച്ചിലെ തൊട്ട് മിഷനിൽ പോയി പ്രവർത്തിക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ഇടങ്ങിയത്. പക്ഷേ മിഷനുകളിലൊന്നും പോകാൻ പറ്റിയില്ല. എന്നെ പിതാക്കന്മാർ നിയമിച്ച നിർദ്ദേശ സ്ഥലങ്ങളിലൊക്കെ സന്തോഷപൂർവ്വം ഞാൻ പ്രവൃത്തിയെടുത്തു. പടിയർ പിതാവിൻ്റെ കാലത്തും പിന്നീട് പൗത്യ പിതാവിൻ്റെ കാലത്തും അതുകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് വന്നപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തു. അപ്പോൾ അച്ഛൻ്റെ ഒരു തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം ആദ്യമായി ശുശ്രൂഷ ചെയ്ത ഇടവകയെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? അത് പല പള്ളികളിൽ പോകേണ്ടി വന്നു. ആദ്യം ഒരു 3 മാസം 2 പള്ളികൾ നടത്തേണ്ടതായിട്ട് വന്നു. അവിടുത്തെ വിയാരിച്ചിന് അവധി എടുത്ത് പോയപ്പോൾ അവിടേക്ക് എന്നെ വിട്ടു. ഏറ്റുമാനൂരും കോട്ടയ്ക്കൂറുമാണ്. ഇപ്പോൾ അവിടെ 4 അച്ഛന്മാർ പ്രവൃത്തിയെടുക്കുന്നുണ്ട്. 2 പള്ളികളിലെയും ആക്ടിങ് വികാരിയായിട്ടാണ് ഞാനിവിടെ പോയത്. പള്ളികൾ തമ്മിൽ 4 കിലോമീറ്ററോളം അകലമുണ്ട്. ഞാൻ അതിലൊരു പള്ളിയിൽ അവിടെ കോട്ടയ്ക്കൂർത്ത് താമസിച്ച് കോട്ടയ്ക്കൂർത്ത് പള്ളിയിൽ തന്നെ കുർബാന ചൊല്ലി ഏറ്റുമാനൂരെ പള്ളിയിലെ കാര്യങ്ങൾ അവിടെ
അയലോത്ത് MSFS എന്ന് പറയുന്ന ഒരു സന്യാസഭയിലെ അച്ഛന്മാർ വന്ന് കുർബാനയില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോകും. കല്യാണങ്ങൾ, വല്ല ഭവന കൂതാശകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റുമാനൂരും പോകുമായിരുന്നു. അതായിരുന്നു ആദ്യത്തെ ഒരു 3 മാസത്തെ പ്രവർത്തനം. അവിടെ നിന്ന് തൃക്കൊടിത്താനത്ത് പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി അസിസ്റ്റൻ്റ് വികാരിയായിട്ടാണ് പോയത്. അവിടെ ഞാൻ 3 വർഷം അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിച്ചു. എൻ്റെ 3 വർഷങ്ങളിലായിട്ട് 6 വികാരിച്ചന്മാരവിടെ എൻ്റെ മുകളിലൂടെ വികാരിമാരായിട്ട് വരികയും പോവുകയും ചെയ്തു. എല്ലാ വികാരിച്ചന്മാരോടും എനിക്കൊരു സന്തോഷവും നല്ല സ്നേഹബന്ധമായിരുന്നു. അതിൽ ഒരു അച്ഛൻ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ഇവിടെ താമസിക്കുന്നുണ്ട്, റിട്ടയർ ചെയ്ത്. മറ്റുള്ള അച്ഛന്മാരൊക്കെ ഞങ്ങളെല്ലായ്പ്പോഴും കഴിയുമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ളതായിരുന്നു അവിടുത്തെ നിലപാട്. വലിയ ഇടവകയാണ്. ഇപ്പോൾ അവിടെ ഉള്ളതുപോലെ തന്നെ അന്നും ഒരു 3000-ഓളം വീടുകളുണ്ടായിരുന്നു. ഞാൻ എല്ലാ വീടുകളിലും പോവുകയും ആളുകളെ സന്ദർശിക്കുക, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവരെയൊക്കെ നൽവഴിയിൽ നടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പള്ളിയിലെ കുർബാന, കുംസാരം പ്രവർത്തനങ്ങളെല്ലാം ചെന്ന് കഴിഞ്ഞിട്ട് ചെന്ന ഇടയ്ക്ക് തന്നെയാണ് ഈ കോളേജ് സമരം. അതൊരു വലിയ പ്രതിസന്ധിയുടെ കാലമായിരുന്നു. ഞാനും വികാരിച്ചനും, അന്നത്തെ വികാരിച്ചനും ജോസഫ് തൈപ്പറമ്പിൽ എന്ന് പറയും, ഞങ്ങളുടെ പെറ്റിഷനറി, ഞങ്ങളുടെ റെക്ടറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം ഞങ്ങൾ ഈ കോളേജ് സമരം വന്നപ്പോൾ ഈ കോളേജ് സമരത്തിൽ മിക്കവാറും ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പം ഈ അതിനോട് ബന്ധപ്പെട്ട കമ്മിറ്റികളെ വിളിച്ചു കൂട്ടും. ഞങ്ങൾ അതിനുവേണ്ടി എല്ലാ വീടുകളും ഞാനും വികാരിച്ചനും കയറി ഇറങ്ങി ആളുകൾക്ക് ഈ നമ്മുടെ സഭയുടെ നിലപാടിനോട് സഹകരിക്കണം, അതിനോട് പിന്തുണ കൊടുക്കണമെന്നൊക്കെ എല്ലാവരോടും ആവശ്യപ്പെട്ടു. എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. അങ്ങനെ ഈ കമ്മിറ്റികളൊക്കെ കൂടുമ്പോൾ അവർ എൻ്റെ അടുത്തുള്ള പള്ളി പായിപ്പാട് പള്ളിയാണ്. പായിപ്പാട് പള്ളിയിലെ അസ്തേന്ത്യച്ചനെ ആ ഇടയ്ക്ക് ഈ ഇതിനെതിരായിട്ട് നിൽക്കുന്നവർ, പ്രത്യേകിച്ചും വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെടുന്ന ആൾക്കാർ വഴിക്ക് വെച്ച് തല്ലി. അപ്പം എൻ്റെ ഇടവക്കാർ കമ്മിറ്റിയൊക്കെ കൂടി എന്താ ചെയ്യേണ്ടതെന്ന് അവരിങ്ങനെ ആലോചിച്ച് അങ്ങനെ അവർ സ്കൂളിൻ്റെ അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്, ഹൈസ്കൂള്. ആ ഹൈസ്കൂളിൻ്റെ ഗേറ്റിൽ 15 മിനിറ്റ് നേരം ഒരു പണിമുടക്ക് കണക്ക് നടത്തുക. പിള്ളേരൊക്കെ പള്ളിക്കൂടത്ത് വന്ന് പിള്ളേരെയൊക്കെ കയറ്റി വിടും, തടസ്സമൊന്നുമില്ലാതെ ഒരു 15 മിനിറ്റ് നേരത്തേക്കൊരു സമരം നടത്താൻ അവർ തീരുമാനിച്ചു. ഞങ്ങൾ എതിർത്തൊന്നുമില്ല, അവരുടെ കൂട്ടത്തിലൊക്കെ ഞങ്ങളും സഹകരിച്ചു. കാരണം അങ്ങനെ ആളുകൾ പറയുന്ന പ്രവർത്തനങ്ങളോടൊക്കെ സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്തുണ കിട്ടില്ല. ഞങ്ങളങ്ങനെ സഹകരിച്ചു. എന്താണേലും അതൊരു വലിയൊരു ദുരന്തത്തിലാണ് കലാശിച്ചത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുടുംബനാഥനെ അവർ കുത്തിക്കൊന്നുകളഞ്ഞു. അതൊരു വലിയ സങ്കടമുണ്ടായ കാര്യമാണ്. അന്ന് പോലീസുകാരിങ്ങനെ ഈ വന്ന ആളുകൾ, ഒത്തിരി ആളുകളാണ് അവിടെയെല്ലാം കൂടിയവർ. അതിലെ ആളുകൾ ഒത്തിരി പേര് പള്ളി വന്നു, പള്ളിമുറ്റത്തങ്ങ് ആളുകളങ്ങ് കൂടി നിന്നു. പോലീസുകാർ വന്ന് ഇവരെ ആ കുറ്റം ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ആരാണ് പറഞ്ഞു കേട്ടതാ? അവർ വന്ന് ഈ പള്ളിമുറ്റം നിന്നവരെയൊക്കെ പിടിക്കാൻ തുടങ്ങി. അപ്പം എനിക്കതൊരു വലിയ, എൻ്റെ ആളുകളെ പോലീസുകാർ പിടിച്ചുകൊണ്ട് കുറ്റക്കാരായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന എനിക്കൊരു സങ്കടമാണ്. അതുകൊണ്ട് ഞാൻ പോലീസുകാരോട് ഞാൻ ഒരു കാരണവശാലും ഇവന് ഒരാളെയും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് കട്ടായത് ഞാനതിനോട് എതിർത്ത് ശബ്ദം ഉയർത്തി പോലീസുകാരെ കയറിയവരെല്ലാം തിരിച്ചിറക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. കുറച്ച് പേര് പോയി ആളുകളൊക്കെ ചിലരെയൊക്കെ പിടിച്ചു. ഞാൻ പറഞ്ഞു പിടിച്ചവരെയൊക്കെ വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കോട്ടയത്തെ DYSP അന്ന് CT ആൻ്റണി എന്ന് പറയുന്ന ഒരു തൃശ്ശൂർകാരനാണ് അന്നത്തെ DYSP. അദ്ദേഹം ആ സമയത്ത് വന്നു. അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞു നമുക്ക് കയറാൻ വകുപ്പൊന്നുമില്ല, നിങ്ങളെല്ലാം കയറി പോലും ഇറങ്ങിപ്പോരാൻ പറഞ്ഞു. അപ്പം ഞാൻ ജയിച്ചു. എനിക്കതിൽ സന്തോഷമായി. ആളുകൾക്കും അവർക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് അവർക്കൊരു വലിയ സന്തോഷമായിരുന്നു. അതിനിടയ്ക്ക് വിചാരിച്ചതിന് അച്ഛാ പോലീസുകാരോട് വഴക്കൊന്നും ഉണ്ടാക്കണമെങ്കിൽ പോരെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പുറകോട്ട് പോയാൽ കുഴപ്പമൊന്നും, കാരണം വിചാരിച്ചും വിളിച്ചിട്ടാണ് പോയെന്ന് പറയാമല്ലോ. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി, ഒരാൾ മരിച്ചു. പിന്നെ ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളായി.
എന്താണെങ്കിലും അതിലെല്ലാവരും കൂടി പിതാക്കന്മാരും പിതാവ് അന്നൊരു സ്ഥലത്തില്ലായിരുന്നെങ്കിലും പിതാവ് വന്നപ്പോഴൊക്കെ വിളിച്ച് വളരെ അതിന് സങ്കടപ്പെടേണ്ട, നമ്മുടെ പിന്തുണയൊക്കെ സഭയുടെ പിന്തുണയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സഹായിച്ചു. ആ കുടുംബത്തിൽ പിള്ളേരൊക്കെ നല്ലപോലെ പഠിക്കുന്നവരായിരുന്നു. പിള്ളേർക്കൊക്കെ പഠിക്കാനുള്ള സഹായം പ്രോത്സാഹനവും ഒക്കെ മിക്കവാറും എല്ലാവരും ബിരുദാനന്തര ബിരുദമൊക്കെ സമ്പാദിച്ച്, ചിലർ എൻജിനീയറിങ്, ചിലർ കോളേജ് അധ്യാപകരൊക്കെ ആയിട്ട് ആ ഒരു കുടുംബം എല്ലാവരും നന്നായിട്ട് പുരോഗമിച്ചു. അപ്പോൾ അച്ഛനെ സംബന്ധിച്ച് ഏകദേശം 50 വർഷത്തോളം പല ഇടവകളിലായിട്ട് ശുശ്രൂഷ ചെയ്തൊരു വൈദികനാണ്. ഈ ഒരു ചോദ്യം കുറച്ച് അച്ഛന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. എങ്കിൽ പോലും അച്ഛൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടവകയുണ്ടോ? അതായത് ശുശ്രൂഷ ചെയ്തതിൽ ഇന്നും മറക്കാത്ത ഒരു ഇടവക? ഒന്നും ഞാൻ മറക്കത്തില്ല. നല്ല സന്തോഷമുള്ള ഇടവകളാണ്. കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് മനസ്സിൽ ഇടമുള്ളൊരു പല പള്ളികളും, അത് തീരെ ചെറിയ പള്ളികളുണ്ടായിരുന്നു, അതൊക്കെ വളരെ സന്തോഷമായിരുന്നു. വലിയ പള്ളി എന്ന് പറയുന്നത് ആലപ്പുഴ മാർസ്ലിവ ഫൊറോന പള്ളിയിലാണ് ഒരു വലിയ പള്ളി. അവിടുത്തെ ആളുകളൊക്കെ നല്ലപോലെ സഭയോട് സ്നേഹമുള്ളവരാണ്. അവരിങ്ങനെ, ഞാൻ ഈ തൃക്കുടിസ്ഥാനത്ത് വെച്ചുണ്ടായ ആ ദുരനുഭവത്തിന് ശേഷം ഞങ്ങളിങ്ങനെ ആ കുടുംബത്തെ സഹായിക്കാനായിട്ടുള്ളൊരു പദ്ധതി എടുത്തപ്പോൾ അവർ ഉടനെ തന്നെ ആ ഇടവക്കാർ വികാരിച്ചിൻ്റെ നേതൃത്വത്തിൽ അന്ന് കടത്ത് കടന്ന് വേണം വരാനുണ്ട്. 3 കടത്ത് കടന്നാണ് അവർ വരുന്നത്. അവർ വന്നു, അവർ കൊണ്ടുവന്ന് വികാരിച്ചിന് ഒരു സംഖ്യ 1000-ൽ കുറയാതെ സംഖ്യ, 1000 എന്ന് ഒരു വലിയ സംഖ്യ അവർ കൊണ്ടുവന്ന് അത് വികാരിച്ചിനെ ഏൽപ്പിച്ചു. അങ്ങനെ അന്ന് നേരത്തെ തൊട്ട് അങ്ങനെ ആലപ്പുഴ ഇടവക ഒരു സന്തോഷമുള്ള ഇടവകയാണ്. അവിടേക്ക് സ്ഥലം മാറി ഒത്തിരി വർഷത്തിന് ശേഷം ചെല്ലുമ്പോൾ ആലപ്പുഴയെക്കുറിച്ച് വളരെ നല്ല സന്തോഷകരമായ ഓർമ്മയാണ്. എല്ലാ കാര്യങ്ങളിലും അവർ നല്ല പ്രാർത്ഥനയിലും പ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും സുവിശേഷീകരണത്തിലുമൊക്കെ നല്ലൊരു പിന്തുണയാണ്. അവർ കുടുംബങ്ങളിലൊക്കെ കൂട്ടായ്മയ്ക്ക് ചെല്ലുമ്പോഴും സന്ദർശിക്കുമ്പോഴൊക്കെ അവർ നല്ല, പട്ടണമാണല്ലോ എന്നാലും അവർ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് കൂട്ടത്തിൽ വരികയും എല്ലാവരെയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല സിസ്റ്റമാണ്. അവിടുത്തെ ഇടവക ജീവിതം നമുക്ക് മറക്കാൻ പറ്റുകയില്ലാത്ത വിധത്തിൽ മനോഹരമാണ്. ആധ്യാത്മികമായിട്ട് ആ ഇടവക വളരെ മുമ്പിലാണ്. ഇങ്ങനെ ഒരു അയൽവക്ക പിണക്കമൊന്നും തന്നെ ആർക്കും തന്നെ ഇല്ല. പിന്നെ നമ്മൾ ഇടവകയിലൊരു പ്രസംഗമൊക്കെ പറഞ്ഞു, നേരെ നോക്കിയാൽ പള്ളിയിൽ നിന്ന് നോക്കിയാൽ അധികമൊന്നും ആളുകളുള്ളതായിട്ട് തോന്നുകയില്ല. പക്ഷേ കുർബാന കഴിഞ്ഞ ആളുകളെല്ലാം പുറത്തിറങ്ങുമ്പോൾ നല്ല ഒരു പറ്റം ആളുകളെ പുറത്ത് കാണാം. അപ്പോൾ അവരെല്ലാം പള്ളിക്കകത്തുണ്ടായിരുന്നു. ആ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയെല്ലാം ഒത്തിരി രൂപക്കൂടും ഈ പണികളും ഒക്കെ ഉള്ളതുകൊണ്ട് അവരെല്ലാം കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ആളുണ്ടെന്ന് തോന്നുകയില്ല. ശൂന്യമായ പള്ളിയിൽ പ്രസംഗിക്കുന്ന പോലെ തോന്നും. പക്ഷേ എല്ലാവരും നല്ല സജീവമായിട്ട് ഉത്സാഹത്തോടുകൂടെ ആണ് വരുന്നത്. നമ്മുടെ ഓരോ വചനവും അവർ ശ്രദ്ധയോടുകൂടെ കേൾക്കുമായിരുന്നു. അങ്ങനെ ഓർക്കാനായിട്ടൊരു നല്ല ഇടവകയായിരുന്നു ആലപ്പുഴ മാർസ്ലിവ ഫൊറോന പള്ളി. അച്ഛൻ ഇത്രയും അധികം ഇടവകളിൽ ശുശ്രൂഷ ചെയ്ത ഒരു അച്ഛനാണ്. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ്റെ ഒരു അജപാലന ശൈലി എങ്ങനെയായിരുന്നു? ഞാൻ രാവിലെ വെളുപ്പിനെ പ്രാർത്ഥന, ധ്യാനം, കുർബാന, അത് കഴിഞ്ഞ് മുറിയിൽ പോയാൽ ഇങ്ങനെ ആളുകളൊക്കെ വരികയും പോകുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ വീട് സന്ദർശനത്തിന് പോകും. അപ്പോൾ ഈ പകൽ ചെല്ലുമ്പോൾ വീട്ടിലങ്ങനെ ആരും കാണത്തില്ല. പിന്നെ ആ സന്ദർശനം അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഒരു 3 മണി 4 മണിയാകുമ്പോൾ വീണ്ടും ഇറങ്ങും. അങ്ങനെ വീടുകളിലൊക്കെ പോയി ആളുകളോടൊക്കെ സംസാരിച്ച് അവരുടെ മാനസിക പ്രയാസങ്ങളിലൊക്കെ ഒരു പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ കൊടുക്കുക. അത് നല്ലൊരു സന്തോഷം. ഞാൻ മാത്രമല്ല, അവിടെ ആലപ്പുഴയിൽ 2 അസിസ്റ്റൻ്റ് അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് വൈകിട്ട് സന്ദർശനമൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് കൂട്ടായ്മ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊരു 7-7:30 ആകും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി അത്താഴം കഴിക്കുമ്പോൾ ഒരുമിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യപ്പോൾ ആ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. പിന്നെ മറ്റുള്ള സമയമൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ പോയിരിക്കും. കാരണം ആളുകൾ ഈ ടൗൺ ആകുന്നതുകൊണ്ട് കുറച്ച് ആളുകളിങ്ങനെ വന്നിട്ട് അവരൊക്കെ ഈ നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ ഇരുന്ന് പല ആളുകളും അവിടെ വന്ന് കുമ്പസാരിക്കും.
അപ്പോൾ നമ്മൾ പള്ളി കാത്തിരിക്കണം. നമ്മളെപ്പോഴും ആരെങ്കിലും ഒരാൾ പള്ളിയിൽ ഉണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ പട്ടണം മുസ്ലിങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ്, ഹിന്ദുക്കളുണ്ട്, ഒത്തിരി ആളുകളും പാവങ്ങളാണ്, തീരെ സാധുക്കൾ. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരുള്ള ഒരു പ്രദേശമാണ് ആലപ്പുഴ പട്ടണം. പല ആളുകളൊക്കെ തീരെ ഒന്നും ഇല്ലാതെയൊക്കെയാണ് അവിടെ വരുന്നത്. നല്ല കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, ജോലിയുള്ളവരും ഉയർന്ന ജോലിയുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും പാവങ്ങൾ അധികമുള്ള പ്രദേശമാണ് ആലപ്പുഴ. കേരളത്തിൽ അങ്ങനെയാണല്ലോ. ആലപ്പുഴയെക്കുറിച്ച് പറയുന്നത് എപ്പോഴും പാവപ്പെട്ടവരുടെ ഒരു സ്ഥലം എന്നുള്ളതാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്താനായിട്ട് എന്നാ ചെയ്യാതെ, പക്ഷെ ഒത്തിരി ചെയ്യാമായിരുന്നു. ഈ അവർക്ക് അയൽക്കൂട്ടങ്ങളൊക്കെ വെച്ച് അവരുടെ സമ്പാദ്യങ്ങളൊക്കെ ശേഖരിച്ച് അതിങ്ങനെ കടമായിട്ടൊക്കെ കൊടുത്ത് ചെറിയ തൊഴിലുകളൊക്കെ നമ്മൾ വല്ല പഴക്കച്ചവടവും കൂട്ടുനടന്നുള്ള കച്ചവടവും ഒക്കെ ഇങ്ങനെ പലർക്കും അങ്ങനെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. പക്ഷേ അവരെയൊന്നും ഒരു സാമ്പത്തികമായ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം അതിന് മാത്രമുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കും ഇല്ലായിരുന്നു, സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് അത്രയും തന്നെ അറിവുമില്ലായിരുന്നു. ഇനി ആലപ്പുഴയിൽ പള്ളിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അവരുടെ നിന്നൊന്നും പണം പിരിക്കേണ്ട ആവശ്യമില്ല. കാരണം പള്ളിക്ക് നേരത്തെ തന്നെ കോതമംഗലത്ത് ഒരു വിശാലമായ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. കുരിശുപള്ളികൾക്കൊക്കെ വീതിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ 90 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് ഞാനും കൈക്കാരന്മാരും കൂടെ അവിടെ പോകുമായിരുന്നു. അത് നമ്മുടെ ഒരു പ്രവർത്തന മേഖലയായിരുന്നല്ലോ. മാസത്തിൽ ഒരു പ്രാവശ്യം അവിടെ പോകുമ്പോൾ ഞങ്ങൾക്കുള്ള ഷീറ്റൊക്കെ വിറ്റ് അതിൻ്റെ പൈസ മേടിച്ചുകൊണ്ട് വരും. അവിടെയൊക്കെയുള്ള ജോലിക്കാരെയൊക്കെ ഞങ്ങൾ കണ്ട് സന്തോഷവാനൊന്നും ഞാനുള്ള കാലത്തൊന്നും അവരൊരു സമരം ഉണ്ടാക്കുകയോ നോട്ടീസ് തരികയോ ഇഷ്ടക്കേട് കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ തോട്ടത്തിൽ ജീവിച്ച കാലം പോലെ തന്നെ ആലപ്പുഴയുടെ തോട്ടത്തിലും അവരുമായിട്ട് വളരെ നല്ല സൗഹൃദം പുലർത്താനായിട്ട് കഴിഞ്ഞു. നമുക്ക് ഒരു വലിയ വിഷമം, എനിക്ക് ഈ ആളുകളോടൊക്കെ സുവിശേഷം പറഞ്ഞ ഒരാളിനെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ എന്നുള്ളതൊരു വലിയൊരു പരാജയമായിട്ട് തോന്നുന്നുണ്ട്. തന്നെയല്ല, നമ്മൾ ഈ സ്ഥാപനമായിട്ട് പള്ളി നടത്തിയാൽ നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ അധികം കിട്ടത്തില്ല. പള്ളി സംരക്ഷിക്കണം, വിശ്വാസത്തിന് നിൽക്കുന്നവരെ ഉറപ്പിച്ച് നിർത്തണം. ചില മാനസാന്തരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കുറേ ആളുകളൊക്കെ പുതുതായിട്ട് മാമോദിസ കൊടുത്തൊക്കെ വളരെ കുറച്ച് പേര് വിശ്വാസത്തിലേക്ക് ആനയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അതൊരു മിഷണറി പ്രവർത്തനമായിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ല. കാരണം നമ്മുടെ പ്രവർത്തനം അന്നേരം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആളുകളുടെ സുവിശേഷത്തിലേക്കുള്ള അടുപ്പവും വരവുമാണ്. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഇടവകയിൽ മാത്രം ശുശ്രൂഷ ചെയ്ത ഒരാളല്ല, പല സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എന്തൊക്കെ സ്ഥാപനങ്ങളിലായിരുന്നു അച്ഛൻ ഉത്തരവാദിത്തങ്ങൾ ചെയ്തിരുന്നത്? ആ ഒരു ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ആദ്യം പട്ടം സ്വീകരിച്ച് കഴിഞ്ഞിട്ട് തൃക്കൊടിത്താനത്ത് അസിസ്റ്റൻ്റായിട്ട് എന്ന് കഴിഞ്ഞ് ആ ആഴ്ചയിൽ തന്നെ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു എഴുത്ത് വന്നു. ഉടനെ ചെന്ന് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നപ്പം എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററോട് തരികയാണ്. സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഇപ്പം ചാസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്താനായിട്ട്. അന്നതിനൊരു ഓഫീസും ഇല്ല, ഒരു സൗകര്യവും ഇല്ല. ഇങ്ങനെ വല്ല അച്ഛന്മാരൊക്കെ അപേക്ഷകളൊക്കെ വിദേശ സഹായത്തിന് വേണ്ടി അപേക്ഷ കൊണ്ടുവരുമ്പോൾ അത് പരിശോധിച്ച് അതിന് പോരായ്മയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ശരിയാക്കി നല്ല അപേക്ഷയാക്കി അതിങ്ങനെ വിദേശ സൊസൈറ്റികൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി. പിന്നെ ഞാനായിട്ട് കുറച്ച് പള്ളികളിലൊക്കെ പോയി ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് ഈ വരുമാനം ഉണ്ടാക്കാനുള്ള പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്കൊന്നും അതിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഈ അയൽക്കൂട്ടങ്ങളും സാമ്പത്തിക ഇടപാടുകളൊക്കെ വന്നത് ഞാൻ പോയിരുന്നു കഴിഞ്ഞിട്ടാണ്. കാരണം ഞാൻ ഈ പള്ളിയിൽ നിന്ന് ഇത്രയും വലിയൊരു 2500, 2700, 3000 വീട്ടുകാരുള്ള ഇടവകയിൽ നിന്ന് ചങ്ങനാശ്ശേരി ചെന്ന് പ്രവർത്തിക്കുക എന്ന് പറയും. അവിടെ ചെന്നിട്ട് ഇതൊക്കെ
സംഘടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ആ ജീവിതം ഒരു ഓഫീസും പ്രവർത്തനവും അത്ര ഒരു പൂർണ്ണമാണെന്ന് വിചാരമില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ 10 വർഷം രൂപതയ്ക്ക് കാഞ്ഞങ്ങാട് നിന്ന് 50 കിലോമീറ്റർ കിഴക്ക് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അത് മൾട്ടി പ്ലാന്റേഷനായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഏലം, കാപ്പി, തെങ്ങ്, കവുങ്ങ്, റബ്ബർ ഇങ്ങനെയുള്ള കൃഷികളാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ ഈ തോട്ടത്തിൽ ചെന്നപ്പം അവിടെ വരുന്ന ജോലിക്കാരോടൊക്കെ എനിക്ക് അതിപ്പോൾ ഇടപെടാനായിട്ട് കഴിഞ്ഞു. ക്രിസ്മസ് അവധിക്കാലത്ത് പിള്ളേരെല്ലാം അവിടെ ഈ കൂടകൾ നിറയ്ക്കും. കാരണം ഈ കൃഷിയുടെ ഏലം, കാപ്പി, പിന്നെ ഇതിൻ്റെയൊക്കെ വൃക്ഷങ്ങളുടെ തൈയൊക്കെ പാകി വളർത്തിയിട്ടാണ് ഞങ്ങൾ കൊണ്ട് വയ്ക്കുന്നത്. കാരണം കാട്ടുമരങ്ങളെല്ലാം മാറ്റി അവിടെയൊക്കെ പ്ലാന്റഡ് ട്രീ, അതായത് കൃഷിക്ക് ചേരുന്ന മരങ്ങൾ തണൽ കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് അത് വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. അതിനൊക്കെയുള്ള അതിനുവേണ്ടി ഇങ്ങനെ കൂടകൾ തയ്യാറാക്കാൻ ഈ കുട്ടികളൊക്കെ വരുമായിരുന്നു. ഒരു കൂട നിറച്ചാൽ 5 പൈസ വെച്ച് കൊടുക്കും. അപ്പോൾ അതിന് പിള്ളേർക്കൊരു വലിയ വരുമാനം. പിള്ളേർ ഒരു ദിവസം 1500-2000 കൂടയൊക്കെ നിറയ്ക്കുമായിരുന്നു. അപ്പോൾ അവധിക്കാലത്ത് പിള്ളേർക്കൊരു പരിപാടി. അതൊരു എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു നന്മ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഞാനവിടെ 9 വർഷത്തോളം, 9 വർഷത്തിൽ കൂടുതൽ ഞാൻ ജോലി ചെയ്തു. എൻ്റെ കാലത്ത് ഒരിക്കലും ഒരു സമരം ഉണ്ടായിട്ടില്ല. ഈ ദേശീയ പണിമുടക്കും ബന്ധുവൊക്കെ വരുമ്പോൾ യൂണിയൻ നേതാക്കന്മാർ വന്ന് പറയും, അച്ഛാ നാളെ ബന്ധാണ്, പക്ഷേ പെരിന്തൽമണ്ണ സ്റ്റേറ്റ് ബന്ധില്ല കേട്ടോ, അച്ഛാ എല്ലാവരെയും പണിപ്പിച്ചു എന്ന് പറയും. പക്ഷെ അവർ വരുന്നതിന് മുമ്പ് ഞാൻ നോട്ടീസ് ഇടുമായിരുന്നു ഓഫീസിന് മുമ്പിൽ, ഇന്ന ദിവസം ബന്ധാണ്, ജോലി ചെയ്യേണ്ടിയവർക്ക് ചെറിയ ഒക്കുള്ളൂ എന്നുള്ളവർക്ക് കോൺട്രാക്റ്റ് വിഭാഗത്തിൽ ജോലി ചെയ്യാം. അപ്പം അവിടെ പെർമനൻ്റ് ജോലിക്കാർ, ടെമ്പററി, കാഷ്വൽ, കോൺട്രാക്റ്റ്, ഇങ്ങനെ 4 വിഭാഗത്തിൽ പണിക്കാരുണ്ട്. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ആളുകൾ കോൺട്രാക്റ്റ് കൊടുക്കുക. അങ്ങനെയുള്ളവർക്ക് എന്നും എപ്പോഴും പണിയാം. അവരുടെ കൂട്ടത്തിൽ പോയി പണിയാം. പണി കഴിഞ്ഞാൽ ആഴ്ച അവസാനമാകുമ്പോൾ അവർക്കെല്ലാം കൂലി കിട്ടും. അവർക്ക് പ്രൊവിഡൻറ്റ് ഫണ്ടും ബെനിഫിറ്റ്സും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പെർമനൻ്റ് വർക്കേഴ്സിന് ഇതെല്ലാം ഉണ്ട്. എന്താണെങ്കിലും അവർ ഒരു ദിവസം പോലും സമരം ചെയ്തിട്ടില്ല. ആ തോട്ടത്തിന് ഈ മൾട്ടി പ്ലാന്റേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം പണി മുടക്കാനും പറ്റിയില്ല. കാരണം ഏലക്ക പറിക്കണം, ഉണങ്ങണം, അതിന് പൂവടിക്കണം, പാക്ക് ചെയ്യണം. കാപ്പി അതുപോലെ തന്നെ, കാപ്പി ഉണങ്ങണം, കാപ്പി ശേഖരിക്കണം, അത് പുളിപ്പിക്കണം, ഉണങ്ങണം, ഇങ്ങനെയുള്ള ജോലികൾ. അപ്പോൾ അതൊന്നും നമുക്ക് ഒരു ദിവസം പോലും അവധി കൊടുക്കാൻ പറ്റുകയില്ല. എല്ലാ ദിവസവും പണിയണം. അപ്പം ഇതിനുള്ള കളങ്ങളിൽ, ഉണങ്ങുന്ന കളങ്ങളിൽ, ഈ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെ ഈ കാപ്പിക്കൊക്കെ ആണെങ്കിൽ മേലോട്ട് ഒരു ഷൂട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഷൂട്ട്സും ഔട്ട് ഷൂട്ട്സും ഒക്കെ നമ്മൾ ആവശ്യമില്ലാതെ വരുന്നതൊക്കെ അത് മുറിച്ച് കളയണം, അടത്തി കളയണം. പിന്നെ എന്നും തോട്ടം സംരക്ഷിക്കണം. അതുകൊണ്ട് ഒരു ദിവസം പോലും ജോലി ചെയ്യാതെ ആ സ്ഥാനം നിൽക്കുക. ദുഃഖവെള്ളിയാഴ്ചയും കുറച്ച് പേര് ജോലി ചെയ്യണം, ഒരു വാച്ചിങ്ങിനെങ്കിലും അതുപോലെ തന്നെ കളങ്ങളിലുമൊക്കെ നിൽക്കാനാണ്. ഞാൻ ഒരു വർഷം 33.5 ടൺ കുരുമുളക് അവിടെ നിന്ന് വിറ്റിട്ടുണ്ട്. കുരുമുളക് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. 33 ടൺ കുരുമുളകെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് ഓർക്കുമ്പോഴാണ് 33 ടൺ എന്ന് പറയുന്നത് എന്തൊരു വലിയൊരു. അത് നല്ലപോലെ ഉണക്കി, കേടുകൂടാതെ ഉണക്കി, അത് പാറ്റി വൃത്തിയാക്കി പ്ലാസ്റ്റിക് ചാക്കിനകത്ത് നിറച്ച് ആ ചാക്കോടുകൂടെ ചണച്ചാക്കിനകത്ത് നിറയ്ക്കണം. അങ്ങനെയാണ്. എന്നിട്ട് അതെല്ലാം തൂക്കി കൃത്യമായിട്ട് ഈർപ്പം, കാപ്പിക്കുരുവും ഏലക്കായും കുരുമുളകും ഗ്രാമ്പുവും ഒക്കെ ഉണക്കിക്കഴിഞ്ഞാൽ അത് അതിനൊരു നിശ്ചിത ഈർപ്പം നിൽക്കണം. അങ്ങനെ ഒരു വല്ലാത്ത ജോലിയാണ് കേട്ടോ. നമ്മൾ തോട്ടം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം തൊഴിലാളികളെ ജോലി ഏൽപ്പിച്ചു. നമുക്ക് മുറി പോയിരുന്ന് ഉറങ്ങാമെന്ന് ഒരിക്കലും പറ്റുകയില്ല. നല്ല അവിടെ പിന്നെ തണുപ്പുള്ള കാലാവസ്ഥയാണ്. അങ്ങനെ നമ്മൾ ഉറങ്ങിപ്പോവുകയില്ല. എല്ലാ മേഖലയിലും നമ്മുടെ കണ്ണില്ല. ഏലക്ക ഉണങ്ങുമെന്ന് പറയുമ്പം നിങ്ങൾക്ക് ആർക്കും ഓർക്കാൻ പറ്റില്ല. കാരണം ഏലക്ക ഉണങ്ങുന്ന ഈ ഡ്രൈയിങ് ഹൗസ് ഇതിൽ ഈ അതിൻ്റെ പൂവടിക്കണം കാ ഉണങ്ങിക്കഴിയുമ്പോൾ. ആ സമയത്തൊക്കെ അവിടെ ഇങ്ങനെ പൈപ്പിനകത്തുകൂടെ ഈ ചൂട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക.
അത് തുറക്കാനൊന്നും പറ്റത്തില്ല. അവിടെ ചെന്ന് നമ്മളെ കഷ്ടിച്ചൊന്ന് തുറന്നു നോക്കിയാൽ അന്നേരം അടയ്ക്കണം. അകത്തോട്ട് കയറുമ്പോൾ ഈ പൈപ്പ് ഇങ്ങനെ ഇരുമ്പ് പൈപ്പ് പഴുത്ത് നിൽക്കുന്ന നമ്മൾ കാണുന്നത്. ആ ചൂടിൽ വേണം ഇതിൻ്റെ പൂവടിക്കുന്ന ജോലി വരെ ചെയ്യാൻ. പൂവടിക്കുകയും അത് പാറ്റി വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യും. സകല പണികളും ഈ ചൂടിനകത്ത് നിന്ന് വേണം ചെയ്യാനായിട്ട്. അതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. പിന്നെ രാത്രിയിലാണ് അതിന് പ്രത്യേകം വാച്ചിങ്ങിനാണ്, തീ പിടിക്കരുതല്ലോ, അതിനുള്ള ആളുകൾ വേണം. പിന്നെ കളങ്ങളിൽ അടയ്ക്കായും കുരുമുളകും ഈ കാപ്പിക്കുരുക്ക് ഉണങ്ങുന്ന എല്ലാം നമുക്ക് വാച്ചർമാർ വേണം. പിന്നെ ഇതൊന്നും കള്ളന്മാർക്കൊണ്ട് പോകാതിരിക്കും. അവിടെ കള്ളന്മാരൊന്നും ഇല്ല കേട്ടോ. ഈ പിന്നെ നമ്മൾ പറയുന്ന പോലെ ആദിവാസികൾ മഹാരാഷ്ട്രത്തിൻ്റെ മറാത്ത്വാഡ പ്രദേശത്തു നിന്ന് ഒരു കാലത്ത് അവിടെ കുടിയേറി താമസിച്ചവരുടെ സന്തതി പരമ്പരകൾ അവിടെയുള്ളത്. ഒരാൾ പോലും ഒരു നുണയും പറയത്തില്ല, കള്ളം പറയുന്നതാണ് സത്യസന്ധരായ മനുഷ്യർ. അത് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അതുകൊണ്ടൊരു പുരയിടത്തിലൊരു തേങ്ങ വീട് കിടന്നാൽ അതവിടെ കിടക്കത്തേ ഉള്ളൂ. വല്ല ഈ മുള്ളംപന്നി വല്ലതും വന്ന് കടിച്ചുകൊണ്ട് പോയാലല്ലാതെ നഷ്ടപ്പെടുകയില്ല, അവിടെ കിടക്കുക. കൃഷി ചെയ്യുക, അത് പാകപ്പെടുത്തുക, പായ്ക്കുക എന്നൊക്കെ പറയുന്നത് കണ്ടമാനം ജോലിയാണ്. അത് ഈ മാനേജർക്കുള്ള ജോലി അത് മാനേജ് ചെയ്താൽ മതി. ജോലിക്കാരെ വിടുക, അവരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അവർക്കാർക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ഇങ്ങനെ ജാഗ്രതയോടുകൂടെ. അവിടെ മുഴുവൻ പാമ്പുള്ള സ്ഥലമാണ്. പക്ഷേ ഞങ്ങളത് തോട്ടം നടത്തി 25 വർഷവും ഒരാളിനെ പോലും പാമ്പ് കടിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പാമ്പിനെ കുറിച്ചുള്ള അപകട കേൾക്കുമ്പോൾ നമുക്കെന്തൊരു സങ്കടം തോന്നും. എന്നാലും ഞങ്ങൾക്ക് അവിടെ ഒരു പാമ്പ് കടി ഉണ്ടായില്ല. അന്നുണ്ടായിരുന്ന ഒരു ഡ്രൈവർ മാത്രം അങ്ങ് ഒഴുകിപ്പോയി, മരിച്ചുപോയി. അങ്ങനെ ജീവിതത്തിൽ ഒരു ദുഃഖമേ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ. അവിടെ അയാൾ മരിച്ചപ്പം പിന്നെ എല്ലാവർക്കും അതൊരു സങ്കടമായിരുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ സമാധാനിപ്പിക്കാനായിട്ട് അന്നത്തെ DSP നമ്മുടെ ഡെസ്മണ്ട് നെറ്റോ വന്നു. അന്നത്തെ ജില്ലാ കളക്ടർ വന്നു. ഈ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്നു. ഇങ്ങനെ ഈ കാസർഗോഡ് ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവരെല്ലാം ഇങ്ങനെ ഒരു പറ്റമായിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരികയായിരുന്നു. ഞാൻ ഓർക്കായിരുന്നു എന്തൊരു വലിയ സഹായമാണ് അവിടെ വെച്ചൊക്കെ കിട്ടിയത്. മറ്റ് മേഖലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അച്ഛൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ ഉണ്ടായില്ലേ. പിന്നെ 10 വർഷം സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജരായിരുന്നു. അത് വലിയ കുഴപ്പമൊന്നും കൂടാതെ, കാരണം ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് പരാതി പറയുന്നതും അസ്വസ്ഥത ഉണ്ടാകുന്നതും പിന്നെ ജോലി എല്ലാവർക്കും കിട്ടത്തില്ലല്ലോ. അങ്ങനെയൊരു അത് എനിക്ക് ഞാനിപ്പോൾ ഓർക്കുമ്പം ഇഷ്ടമില്ലാത്തൊരു മേഖലയാണ് ഈ സ്കൂൾ മേഖല. ഇങ്ങനെ വന്നു വെച്ച് ജോലി കിട്ടാത്തവരെല്ലാം പിണങ്ങിയും കരഞ്ഞും ഒക്കെ പോയി എന്നെ ജോലിക്ക് എടുത്തില്ല, കളിപ്പിച്ചു. അതിനൊക്കെ നിശ്ചിതമായ ഇൻ്റർവ്യൂവും ഒരു സിസ്റ്റമൊക്കെ എടുത്തില്ല. നമ്മൾ നേരത്തെ പ്രസിദ്ധീകരിച്ചു. എൻ്റെ മുൻഗാമി അതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടെയുണ്ട്. അങ്ങനെ ഒരു അനീതി ഒരിക്കലും നടക്കാത്ത വിധത്തിൽ ശ്രദ്ധയോടുകൂടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊരു അച്ഛന്മാർ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു നീതിബോധത്തോടു കൂടി വേണം പ്രവർത്തിക്കാൻ. അങ്ങനെ പ്രത്യേകമായ പരാതികളൊന്നും ഉണ്ടായില്ല. ഏറ്റവും അവസാനം ഞാൻ ഒരു 350 അധ്യാപകരെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിയമിക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴൊരു വലിയൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. വിചാരിക്കും ഇങ്ങനെ എല്ലാവരും ആൾ കാണുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എല്ലാ വിഭാഗത്തിലും മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ തന്നെ 1100 പേരാണ് ബിരുദാനന്തര ബിരുദം ഉള്ള യോഗ്യതയുള്ള ആളുകൾ അപ്ലൈ ചെയ്തിരുന്നത്. ഇതുമാത്രം വലിയ സംഖ്യയാണ്. ഞാൻ നമ്മുടെ അന്നത്തെ PJ ജോസഫ് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾക്ക് വല്ല ടെസ്റ്റ് നടത്താവോ? അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, ടെസ്റ്റ് നടത്തിയ ഉത്തരവാദിത്വം അച്ഛനാണ്. പരാതിയോ കേസോ ഉണ്ടായെങ്കിൽ നേരിട്ടോണം, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പിന്തുണയൊന്നും കിട്ടുകയെന്ന് പറഞ്ഞു. പിന്നെ ടെസ്റ്റ് നടത്താൻ പറ്റും. എന്നാണെങ്കിലും ഇൻ്റർവ്യൂ തന്നെ എല്ലാവരെയും, ഇതിപ്പം ഞാൻ മാത്സിൻ്റെ എണ്ണം മാത്രമാണ് പറഞ്ഞത്, ഇതുപോലെ എല്ലാ വിഭാഗത്തിലും ഒത്തിരി ആളുകൾ, ധാരാളം പേര്. അന്നേരം നമ്മുടെ പിള്ളേരൊക്കെ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് കാണുന്നത്. 95
98% മാർക്കൊക്കെ ആയിട്ടാണ് ഈ ഉദ്യോഗാർത്ഥികൾ വരുന്നത്. അവർക്ക് ആരെയാ വേണമെന്ന് പറയാൻ പറ്റുക? എല്ലാവരും നല്ല മിടുക്കന്മാരാണ്. അതുപോലെ തന്നെ മിടുക്കികൾ, പെൺകുട്ടികളാണ് ഒത്തിരി പേര്. എന്തൊരു സംഖ്യയാണ്. പിന്നെ അവരെല്ലാം സ്കൂളിൽ ഒരുമിച്ചാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അതിന് ഒരു സ്കൂൾ അങ്ങ് അമ്പൂരിയിലാണ്. അപ്പോൾ അമ്പൂരിക്കൊക്കെ വിടാൻ വലിയ പാടാണ്, പോകാനായിട്ടൊക്കെ മടിയാണ് ആളുകൾക്ക്. പിന്നെ അമ്പൂരി, ആര്യങ്കാവ് എന്നൊക്കെ പറയുന്നതൊക്കെ ഉൾപ്രദേശമാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് 200-250 കിലോമീറ്റർ ദൂരമുണ്ട് ആ രണ്ട് സ്ഥലങ്ങളിലേക്ക്. പുനലൂർ ചെന്നിട്ട് കിഴക്കോട്ട് പോകണം ആര്യങ്കാവിന്. തിരുവനന്തപുരത്ത് ചെന്നിട്ട് കാട്ടാക്കടയിൽ നിന്ന് 25 കിലോമീറ്റർ പോകണം അമ്പൂരിയിലേക്ക്. നല്ല ദൂരമുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നൊക്കെ ഒരു പിള്ളേരൊക്കെ പോകുക എന്ന് പറയുന്നത്, ഒന്നാമത് ഈ വഴി മുഴുവൻ അപകടം പിടിച്ചതാണല്ലോ. ഈ പെൺപിള്ളേരെയൊക്കെ വിടാനായിട്ട് വലിയ പാടാണ്, പേടിയാണ്. എന്നാലും ഓരോ അപ്പോയിൻമെൻറ്റ് കൊടുക്കുമ്പോഴും പ്രാർത്ഥിച്ച് പിന്നെ സമാധാനത്തോടെയൊക്കെ പോകണം കേട്ടോ, വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൂട്ടിയേ പോകാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും വിടുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവരെ സന്തോഷത്തോടെ വിചാരിച്ചന്മാർ സ്വീകരിക്കും. ഞങ്ങൾക്കൊരു വിഷമമില്ല, അവരോടൊക്കെ സൗഹൃദമായിട്ട് അവരൊക്കെ പെരുമാറിക്കൊടുക്കുന്നു. പിന്നെ അവിടെയൊക്കെയുള്ള പള്ളിക്കണക്കിലെല്ലാം അങ്ങനെയാണ്. പിന്നെ ആണ്ടിലൊരു 10-15 പ്രാവശ്യമെങ്കിലും അകലെയുള്ള സ്കൂളുകളിൽ ഞാൻ പോകുമായിരുന്നു. കത്തോലിക്കലല്ലാത്ത പിള്ളേർക്ക് മോറൽ ടീച്ചിങ് ഇതെല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ ടെസ്റ്റ്, പരീക്ഷ, അതിന് ഈ മത്സര പരീക്ഷകളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഈ പരിപാടികളിലെല്ലാം കടന്നുപോയത് ഓർക്കുമ്പം പിന്നെ ചില ദിവസമൊക്കെ 2 മണിക്കൂറൊക്കെ മാത്രം ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങളാണ്. അത്രയും ഉറങ്ങാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ ഹയർ സെക്കൻഡറിയുടെ സെലക്ഷനൊക്കെ വരുമ്പോഴേ ഒരു ഇൻ്റർവ്യൂവിന് തന്നെ എത്ര മണിക്കൂറുകളെടുക്കും. ഇതൊക്കെയാണ് നമ്മളൊരു വൈദിക ജീവിതത്തിലെ നമ്മൾ സാധാരണ അല്ലാത്ത, അതായത് പള്ളിയല്ലാത്ത രംഗത്തെ പ്രവർത്തനങ്ങൾ. ഞാൻ ഈ ജോലിയിൽ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു പള്ളി നടത്തുമായിരുന്നു, ചെറിയൊരു പള്ളി. അങ്ങനെ 10 വർഷം സ്കൂൾ മാനേജരായിരുന്നതിൽ 8 വർഷം ഈര എന്ന് പറയുന്ന ഒരു കൊച്ചു പള്ളിയിലെ വികാരിയായിരുന്നു. അവിടെ ഞായറാഴ്ച മാത്രമേ കുർബാന ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ ചെന്നപ്പോൾ പിന്നെ ഞായറാഴ്ചയുടെ കൂട്ടത്തിൽ ശനിയാഴ്ച വൈകിട്ട് കുർബാനയാക്കി, ആദ്യ വെള്ളിയാഴ്ചയിൽ കുർബാനയായി. പിന്നെ ആളുകളൊക്കെ വീടുകളിലൊക്കെ ചെന്ന് സന്ദർശിക്കാൻ ഇടയ്ക്ക് സമയം കിട്ടും. ഞായറാഴ്ച ഫ്രീ ആണല്ലോ. എനിക്കങ്ങനെ പോകാനൊരു സൗകര്യം കിട്ടും. എൻ്റെ പെങ്ങളുടെ വീട് അവിടെ കല്യാണം കഴിച്ച ഈരയിലായിരുന്നു. ആ വീട് കേന്ദ്രമാക്കിയാണ് ഞാൻ അവിടെ താമസിക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ അവളുടെ പെങ്ങളുടെ വക. അങ്ങനെ പള്ളി നന്നായിട്ട് നടത്തി. ഞാനവിടെ നിന്ന് മാറിയപ്പോൾ പിന്നെ വന്ന അച്ഛന് അവിടെ സ്ഥിരം താമസിച്ച് നല്ല ഭംഗിയായിട്ട് അവിടെ പുതിയ പള്ളി പണിതു. വല്ല പ്രസിദ്ധമാണ് അവിടെ. ഇപ്പോൾ ആളുകളൊക്കെ കൂടുതൽ പേര് അവിടെ പ്രാർത്ഥിക്കാനൊക്കെ ചെല്ലും. അത് എൻ്റെ പുറകെ വന്ന അച്ഛന് അത്ര അതിനുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് രൂപയൊക്കെ ശരിക്കും. അതുപോലെ തന്നെ പാരിഷുകളൊക്കെ പണിതിട്ടു. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പം ഈ സ്ഥാപനത്തിനായാലും പള്ളിയിലായാലും അച്ഛന്മാരുടെ ജോലിയും ദൗത്യം ഒന്ന് തന്നെ. അതേക്കുറിച്ചൊക്കെ നമുക്ക് സന്തോഷിക്കാനും മാത്രമേ ഉള്ളൂ. ഒരു കാര്യം പോലെ ഇങ്ങനെ തോട്ടത്തിൽ വെച്ച് ഒരാൾ മരിച്ചു, ഒരു ജോലിക്കാരൻ ഡ്രൈവർ മരിച്ചു. പള്ളിയിലായിരിക്കുമ്പം ഞങ്ങൾ പള്ളി മുന്നോട്ട് വെച്ച ഒരു സമരത്തിൽ ഒരാൾ മരിച്ചു. അങ്ങനെ 2 മരണങ്ങളെ നേരിട്ട് അനുഭവിക്കുന്നത്. അവരൊക്കെ മരിച്ചപ്പോഴേ ആ ദിവസങ്ങളിലൊന്നും ഉറക്കം വരികയില്ല, ഉറങ്ങുകയില്ല. ഈ മരിച്ച വീടുകളിൽ പോയിരിക്കുകയും അവരോടൊക്കെ സമാധാനത്തോട് പെരുമാറുകയും അവരുടെ കൂട്ടത്തിൽ ഞാനുണ്ട് എന്നുള്ളത് വരുത്താനായിട്ടൊക്കെ ഉള്ള ഒരു ശ്രമം. അങ്ങനെ അവരുടെ ദുഃഖങ്ങളിൽ അവരോട് ചേർന്ന് നിൽക്കാനായിട്ട് അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഒരച്ഛൻ മാനേജരായിരുന്നാൽ ഉള്ള ഒരു അനുഗ്രഹമാണ്. പിന്നെ എല്ലാവരും ഒരാൾ തന്നെയല്ലോ സുവിശേഷം പ്രസംഗിക്കുന്നത്. 500 അച്ഛന്മാരുണ്ടെങ്കിൽ 500 പേരും സുവിശേഷം പ്രസംഗിക്കുക പള്ളി പ്രവർത്തനങ്ങളിലാണ്. ഇതിൽ ഒരു കാലഘട്ടത്തിൽ 10 വർഷം വെച്ച് ഒരു സ്ഥലത്ത് വേറൊരു ജോലി ചെയ്യാൻ പോയി. 10 വർഷം തോട്ടത്തിൽ, 10 വർഷം ഈ കോർപ്പറേറ്റ് മാനേജർ. അത്രയൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത ജോലിയൊന്നും ഉള്ള പള്ളി ജോലി അല്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടാനൊന്നുമില്ല. അതും സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്.
അങ്ങനെ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു. അതിലെനിക്കെപ്പോഴും സന്തോഷമാണ്. ആ പ്രവർത്തനങ്ങളും ബാക്കി 27 വർഷത്തെ പള്ളി ജോലികളും. ഇത്രയും നീണ്ട ഒരു വർഷം ശുശ്രൂഷ ചെയ്ത വൈദികനാണ്. ഈ അച്ഛൻ്റെ ഈ ഒരു സെമിനാരി ജീവിത കാലയളവിലോ അല്ലെങ്കിൽ പുരോഹിതനായ ശേഷം ഈ വിവിധ മേഖലകളിലുള്ള ശുശ്രൂഷകളിലൊക്കെ അച്ഛൻ നേരിട്ടൊരു വെല്ലുവിളി അല്ലെങ്കിൽ പൗരോഹിത്യത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന വലിയൊരു സങ്കടം അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാനിപ്പം 2 അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ എനിക്ക് സത്യത്തിൽ അപകടമെന്ന് പറയാൻ എനിക്ക് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ദൈവങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായില്ല. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയൊക്കെ ആളുകൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പള്ളികളിലൊക്കെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലൊക്കെ എല്ലാവർക്കും എന്നോട് വലിയ താല്പര്യമായിരുന്നു. ഞാനും അവരോട് ഒന്നും വിക്കിട്ട് കയറാനൊന്നും പോയിട്ടില്ല. അപ്പം സ്ഥാപനങ്ങളും പള്ളിയൊക്കെ നമ്മുടെ പ്രേക്ഷിത രംഗമാണ്. അവിടെ സന്തോഷത്തോടുകൂടെ പ്രവർത്തിക്കുക, നമ്മുടെ മേലധികാരി ഇരുന്ന പേറ്റൻറ്റും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ പോവുക. പള്ളിയാണെങ്കിലും സ്ഥാപനമാണെങ്കിലും അതെല്ലാം എന്നെ ഏൽപ്പിച്ചതാണ്. അതിനെ ഏൽപ്പിച്ചതുപോലെ വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ എടുക്കുക. ദുഃഖകരമായൊരു കാര്യം, ഞാൻ ഞങ്ങളുടെ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ ജോലിക്കാരെ കൊണ്ടുവരികയായിരുന്നു. അവർക്ക് വേണ്ടി പാടി കിട്ടി വലിയ ഒരു 200 പേർക്ക്, 200 എന്ന് പറഞ്ഞാൽ 200 ദമ്പതികളാണ്. അവർ അവിടെ താമസിക്കുകയായിരുന്നു. അതിൽ ഒരു സ്ത്രീ അവളുടെ നാത്തൂനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അവിടുത്തെ ഗോഡൗണിൽ ഈ ഫ്യൂരിനെ സൂക്ഷിച്ചിട്ടുണ്ടാണ്. വിഷം കൃഷിയുടെ ഒരു ഭാഗമാണല്ലോ അതൊക്കെ. പക്ഷെ അതൊരിക്കലും അങ്ങനെ വേറെ ആളുടെ കൈ ചെല്ലാനായിട്ട് സൂപ്പർവൈസർമാർ സമ്മതിക്കില്ല. അവർ അവിടെ ചെന്ന് അത് അളന്ന് തൂക്കി കൃത്യമായിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ടും ഒരു സ്ത്രീ, അവൾക്ക് 4 പിള്ളേരുണ്ട്, അവളവിടെ നാത്തൂനോട് പിണങ്ങിയിട്ട് ഈ ഷുർലാനെ കുറച്ച് എടുത്ത് അവൾ മാറ്റി വെച്ചു. എന്നിട്ട് ആ പിണക്കത്തിന് അവളത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാടി ഞാൻ താമസിക്കുന്നിടത്തൊന്നും ഒരു പുരയിടമാണ്, 2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടെ ഭർത്താവും അവിടെ ആങ്ങളെയൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം കൂടി അവളെ എടുത്തുകൊണ്ട് അവിടെ എൻ്റെ അടുക്ക് കൊണ്ടുവന്നു. അവരെ കൊണ്ട് കൈ അകത്ത് വായിൽ ഇടിയിപ്പിച്ച് നല്ലപോലെ ഇളക്കി വൊമിറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അന്നേരം അവൾ ഒരു കുഴപ്പമില്ല, നല്ല മിടുക്കത്തിയായിട്ടിരിക്കുക. എന്നാലും ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ നമ്മുടെ കോട്ടയം രൂപതയുടെ ഒരു ആശുപത്രി അടുത്തുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവിടുത്തെ ഡോക്ടറെ ഏൽപ്പിച്ചു. എന്നിട്ടെങ്കിൽ അന്ന് ടൗണിൽ പോകണമായിരുന്നു. ഞാൻ പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ അവിടുത്തെ ഡോക്ടറും നേഴ്സുമാരും എല്ലാവരും കൂടി ഈ പെണ്ണിനെയും കൊണ്ട് അങ്ങോട്ട് വരും. അച്ഛാ വണ്ടിയെ കയറിക്കൊന്നും പറഞ്ഞവർ. ഞാനെന്താണ് എൻ്റെ വണ്ടിയിൽ അവിടെ പുറകെ പോയി. അത് ജില്ലാ ആശുപത്രിയാണ്, കാഞ്ഞങ്ങാട്. അവിടെ ചെന്ന് അവിടുത്തെ സൂപ്രണ്ടിനെ കണ്ട് ഈ പെൺകുട്ടിക്കുള്ള ചികിത്സയൊക്കെ കൊടുത്തു. അവിടെ കട്ടിലിനടുത്ത് നിന്നുകൊണ്ട് ഞാനങ്ങ് പ്രാർത്ഥിച്ച് കണ്ണുനീരോടുകൂടെ. ഇവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ എന്നോട് പറഞ്ഞ്, അതിലെൻ്റെ തൊട്ടടുത്തുള്ള വസ്തുവിൻ്റെ ഉടമയുടെ മകനാണ്, ആദ്യം ചത്തു പോക്കോട്ടെ അച്ഛന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റിയത്, കാരണം ചത്താലും അതിനെ ഞാൻ അവിടെ നാട്ടിൽ കൊണ്ടിരണം, അവിടെ വെച്ച് അവരെന്നെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. ഇത് വേണ്ടില്ല, അതുകൊണ്ട് അതിനെ ചികിത്സിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആയിക്കൊള്ളട്ടെ. ഞാൻ ഉടനെ അവരെന്നോട് പറഞ്ഞ് DMO ചെന്ന്, ഇത്ര ഗൗരവമായൊരു കേസല്ലേ, കാസർഗോഡ് DMO ചെന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ DMOയുടെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒത്തിരി ആളുകൾ നിൽപ്പുണ്ട്. എന്നാണെങ്കിലും ഞാൻ അടിയന്തരമായിട്ട് ആ മുറി കയറി അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ പണിയെല്ലാം ഇട്ടേച്ച് ഉടനെ എൻ്റെ കൂട്ടത്തിൽ വന്നു. DMO എന്ന് പറയുമ്പം ആ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടറല്ലേ. അദ്ദേഹം ഒരു വൈമനസ്യം കൂടാതെ എൻ്റെ വണ്ടിയെ കയറി ഉടനെ തന്നെ ഈ ജില്ലാ ഹോസ്പിറ്റലിൽ വന്നു. അദ്ദേഹം ഒരു മരുന്ന് കുറിച്ച് വന്നു. 1 മണിക്കൂറിനിടെ ഇത് ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാസർഗോഡ് മരുന്ന് കിട്ടുള്ളൂ. ഞാൻ ആ വണ്ടിയെ തന്നെ പോയി ആ കടയിൽ ചെന്ന് മരുന്ന് മേടിച്ചു. അപ്പം കടക്കാരൻ എന്നോട് ചോദിച്ചു, അച്ഛാ വല്ലൊരു ആത്മഹത്യ, അവർക്കിതൊക്കെ അറിയാമെന്നുള്ള താല്പര്യം. ഞാൻ പറഞ്ഞു, ഒരു കൊച്ചിങ്ങനെ വിഷം കഴിച്ചു, അത് ഫുർഡാനാണ്. ഫുർഡാൻ എന്ന് പറയുമ്പോൾ അപകടം പിടിച്ച സാധനമാണ്, നിലനിൽക്കുന്ന, അതായത് സിസ്റ്റമിക് ആയിട്ടുള്ള വിഷമാണ് ഫുർഡാൻ എന്ന് പറയുന്നത്.
അപ്പോൾ അത് കഴിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അച്ഛൻ എളുപ്പം കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അവർ ബില്ലൊക്കെ എഴുതി തന്ന ഉടനെ എന്നെ സാധനം തന്ന ഉടനെ വിട്ടു. ഞാനത് കൊണ്ടുവന്ന് കൊടുത്തു. അവർ അത് കൊടുത്തു. 24 ആംപ്യൂളാണ് ഞാൻ മേടിച്ചത്. 12 ആംപ്യൂൾ അതിന് ഉപയോഗിച്ചു. എന്നാണ് അത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ DMO ഞാൻ കാണാൻ ചെന്ന് അദ്ദേഹം ഞാൻ വെച്ചാൽ ആ കുടുംബത്തെ ഉടനെ ഞങ്ങൾ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. എന്താണെങ്കിലും അവരെ ഞാൻ നാട്ടിലേക്ക് പൈസയൊക്കെ കൊടുത്ത് വിട്ടു. അവർക്ക് ഈ ജോലി ചെയ്യുന്നവർക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു വണ്ടിക്കൂലി, ഒരു വർഷം മുഴുവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു വണ്ടിക്കൂലി, ആ സമയത്തെ ചിലവുകൾ എല്ലാം കൊടുക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും തോട്ടത്തിൻ്റെ മിനിമം വേജസ് എല്ലാവർക്കും കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ബോണസ്, മറ്റ് ബെനിഫിറ്റ്സ്, അത് തോട്ടത്തിൽ 24 ബെനിഫിറ്റ്സ് ഉണ്ട് ഒരു തൊഴിലാളിക്ക്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് അവർക്ക്, കാരണം അവരൊന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ലല്ലോ, ഇതെല്ലാം കൂടെ ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്കൊന്നും എതിർക്കാനുള്ള കാര്യമൊന്നുമില്ല, അവർക്കും സന്തോഷമായിരുന്നു. ഇങ്ങനെ വലിയ തുക കൊണ്ടുപോകുമ്പം ഇവർക്ക് എടുത്തു കൊടുത്തു വിടും. ഈ ഇന്ന അയാളുടെ പേരും അയാളുടെ കുടുംബത്തിൻ്റെയും പേര് അതിലെ അംഗങ്ങളുടെ കാണിച്ചിട്ട് ഇവർ എൻ്റെ കൂട്ടത്തിൽ 1 വർഷം ജോലി ചെയ്തതാണ്. അവരുടെ കൂലിയും ആനുകൂല്യങ്ങളും വണ്ടിക്കൂലിയും സഹിതമാണ്. അപ്പോൾ ഇത്ര രൂപ ഇയാളുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ചിലവെടുത്ത് വെച്ച് ബാക്കിയുള്ളത് മുഴുവൻ അവരുടെ കൈവശമുണ്ട്. അതുകൊണ്ട് ഇവർ മോഷ്ടിച്ചുകൊണ്ടൊന്നും പോകില്ല. ഇപ്പം തമിഴന്മാരല്ല കള്ളന്മാരാണെന്ന് പറയുന്നതുകൊണ്ടാണ് ഈ എഴുത്ത് കൊടുത്ത് വിടുന്നത്. അപ്പോൾ ഈ റെയിൽവേ പോലീസ് ചെക്ക് ചെയ്യുമ്പോഴേ ഇവരുടെ കാശുണ്ട്, പക്ഷേ എഴുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നുമില്ല, അവർ സന്തോഷമായിട്ട് വിടും. അങ്ങനെ പോയി അവിടെ ചില ആളുകളൊക്കെ പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ജോലി ചെയ്ത ആളുകൾ പിന്നീട് ചങ്ങനാശ്ശേരി ടൗണിൽ ചില സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കച്ചവടമൊക്കെ ചെയ്യാനായിട്ട് വന്ന് അവർ ഒരിക്കൽ വെച്ച് എന്നെ കണ്ട് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ജോലി ചെയ്ത് പോയ ആളുകൾക്കും സ്ഥാപനത്തോട് ഒരു സ്നേഹവും താല്പര്യമുണ്ട്. അച്ചാച്ചാന്നൊക്കെ പറഞ്ഞ് പുറകെ വന്ന് വിളിച്ച് ഒക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പം സ്ഥാപനവും പള്ളിയും എല്ലാം നമ്മുടെ ഒരു സുവിശേഷകൻ്റെ ഒരു മനോഭാവത്തോട് വേണം കാണാനായിട്ട്. അപ്പോൾ അവരങ്ങനെ വലിയ കുസ്തിയൊന്നും ഉണ്ടാക്കത്തില്ല. കാരണം അവരും ഇതുപോലെ തന്നെ ഒരു ഈ യൂണിയൻ നേതാവാണെങ്കിലും ഞങ്ങളുടെ അവിടെ യൂണിയൻ നേതാക്കന്മാരൊക്കെ വരും, അവരുമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർ കാപ്പി എന്ന് നിന്നെന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ ലോഹ്യമാണെന്ന്. അങ്ങനെ അവിടുത്തെ 10 വർഷം ആഹ്ലാദമായിട്ട് കഴിഞ്ഞത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് വളരെ അവരോട് സുവിശേഷം പറയാൻ പറ്റിയില്ല, അവരിൽ ഒരാളെ പോലും ക്രിസ്ത്യാനിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതുണ്ടായിരുന്നു. അവിടുന്ന് വരുന്നവർ കുറച്ച് ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, പക്ഷെ ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം അങ്ങനെ പതിവായിട്ട് പള്ളിയിൽ പോകുന്നവരൊന്നും അല്ലായിരുന്നു. അങ്ങനെ ധാരാളം ആളുകൾ, ഒത്തിരി ആളുകളുമായിട്ട് ഇടപെടാനും നമ്മളെ അറിയാനും മനസ്സിലാക്കാനും. പിന്നെ നമ്മളെല്ലായിടത്തും സത്യസന്ധത പാലിക്കണം. ഒരു കാര്യം പറഞ്ഞാണ്ട് ചെയ്യാതെ വരരുത്. അതെന്താണോ അവരോട് വാക്ക് പറയുന്നത് വാക്ക് പാലിക്കണം. ഇപ്പം നമുക്ക് ഒരുപാട് ബ്രദേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് വൈദിക വിദ്യാർത്ഥികളായിട്ടും സന്യസ്ത വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം അച്ഛൻ ഇത്രയും നാൾ ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഒരു വൈദികൻ എന്ന നിലയിൽ അവരോട് എന്താണ് പറയാനുള്ളത്? ഇനിയും വളർന്നു വരുന്ന പുരോഹിതരോട് എന്താണ് പറയാനുള്ളത്? ഈ ഞാൻ സ്ഥാപനങ്ങളൊക്കെ ആയിരുന്നപ്പോൾ എൻ്റെ കൂട്ടത്തിൽ 2 പേരെ റീജൻസിയിൽ 2 പേരെ ഇവിടുന്ന് വിടുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഞാൻ വർത്തമാനം പറയും. ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവരെ വിശദീകരിച്ചു കൊടുക്കും. അവർ തന്നെ അവർ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തോളും. ഞങ്ങൾ കാലത്തെ പ്രഭാത ഭക്ഷണം ആദ്യം കുർബാന കഴിഞ്ഞാൽ ഉടനെ അവർ പോയി മഴവെള്ളത്തിൻ്റെ അളവെടുക്കണം, ഓരോ ദിവസവും എടുക്കണം. മഴവെള്ളത്തിൻ്റെ അളവെടുത്ത് വെച്ച് അവർ വരും. ജോലിക്കാരുടെ എല്ലാം അറ്റൻഡൻസ് വെക്കും. എന്നിട്ട് സൂപ്പർവൈസർമാർക്ക് ഓരോ ഷീറ്റ് കൊടുത്തു വിടും. അങ്ങനെ വരുന്ന ആളുകളുമായിട്ട് ഞങ്ങൾ പിന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ ഞങ്ങൾ ഈ തോട്ടത്തിലേക്ക് അങ്ങ് പോവുകയാണ്. ഈ കൂട്ടത്തിൽ വരുന്ന പിള്ളേർക്കൊക്കെ, അവർക്കൊക്കെ എൻ്റെ കൂട്ടത്തിൽ റീജിയൻസ് ചെയ്ത സെമിനാരിക്കാർക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള സമയമൊക്കെ കിട്ടുമായിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ പിതാവ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്രയും പ്രാർത്ഥിക്കണം, കുറച്ചാകുമ്പോൾ നിർത്താൻ പറഞ്ഞു. ഞങ്ങളൊരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ വൈകിട്ട് പോകും. കാരണം ഞങ്ങൾക്ക് വേറൊരു സമയത്തും പറ്റില്ല, കാരണം എപ്പോഴും ജോലി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഒരുമിച്ചാണ്.
പിള്ളേരൊക്കെ ഉറങ്ങിപ്പോവും. അപ്പം ഈ ബിഷപ്സൊക്കെ വരുമ്പോൾ അവർ പറയും, ആ പിള്ളേരല്ലേ അവരൊക്കെ അല്പം ഉറങ്ങിക്കോട്ടെ എന്ന് പറയും. അതിനൊന്നും അവർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. ഉറങ്ങുന്നവർ ഞാൻ ആരെയും വഴക്ക് പറയത്തില്ലായിരുന്നു. സെമിനാരിക്കാരെ നമ്മൾ വളർത്തുമ്പോഴേ ഒന്നാമത് അവരുടെ വീട്ടിൽ നിന്നും അവരുടെ സംഘത്തിൽ നിന്നൊക്കെ അകന്ന് ഇവിടുന്ന് 500 കിലോമീറ്റർ ദൂരെയാണ് ഈ ബെരുദലി എസ്റ്റേറ്റ് എന്നൊരു സ്ഥാപനം. അപ്പോൾ അവരെൻ്റെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം. അപ്പോൾ അവരുടെ ഈ സംരക്ഷണം അത് ഞാനാണല്ലോ. അപ്പോൾ നമ്മൾ നല്ല മാതൃക, സത്യം മാത്രം പറയുക, സ്നേഹവും തൊഴിലാളികൾ ഇടപെടുന്നത് മാത്രം അവർ കാണുക. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അത് അവരുടെ ദൈവവിളിയിൽ ഉറപ്പിക്കാനായിട്ട് അതൊക്കെ നല്ലൊരു കാര്യമാണ്. ഈ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ പഠിക്കുക എന്ന് പറയുന്നതാണ് നല്ലത്. അവർക്ക് ശമ്പളമൊന്നും ഇല്ലായിരുന്നു. 50 രൂപ വെച്ച് മാസം ഒരു പോക്കറ്റ് മണി കൊടുക്കുമായിരുന്നു. അപ്പം ജോലിയിലൊക്കെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുക. എൻ്റെ കൂട്ടത്തിൽ വന്നിട്ട് തിരിച്ചു പോയവർ ഒരു കൊച്ചിനോട് എനിക്കധികം താല്പര്യമില്ലായിരുന്നു. അതിന് പോക്ക് ശരിയില്ലായിരുന്നു. അങ്ങനെ വേറൊരാൾ തന്നെ സ്വയമായിട്ട് പോയി. അങ്ങനെ എൻ്റെ 10 വർഷത്തിൽ 20 പേര് എൻ്റെ കൂടെ നിന്നതിൽ 2 പേര് തിരിച്ച് പോയി. മറ്റുള്ളവർക്കെല്ലാം അവർക്ക് എൻ്റെ കൂടെ നിന്ന് അവർക്കൊക്കെ സന്തോഷമായിരുന്നു. അതിൽ ഒരാളിപ്പം തക്കല ഡയസിസിലാണ് ജോലി ചെയ്യുന്നത്, പൂർണ്ണ സുവിശേഷകന്. അങ്ങനെ ആണ് നമുക്ക് കൊടുക്കാവുന്നത് നല്ല മാതൃക. പിന്നെ നമ്മുടെ ജോലിയുടെ കൂട്ടത്തിൽ അല്ലെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രാർത്ഥന, നമ്മുടെ നല്ല ജീവിതം, അതൊക്കെയാണ്. അപ്പോൾ ആ ഒരു മാതൃകയിൽ അവർ വളരുകയും പിന്നെ അടുത്തുള്ള പള്ളികളിലൊക്കെ കൊണ്ടുപോകായിരുന്നു കേട്ടോ. അവിടെയെല്ലാം ഇടവപ്പള്ളികളുണ്ട്. കോട്ടയം രൂപതയിൽ ഒരു പള്ളി ഞങ്ങളുടെ മലയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ തലശ്ശേരി അതിരൂപതയുടെ ഒരു ഫോറാന പള്ളി, അന്ന് ഞങ്ങൾ ഈ ചങ്ങനാശ്ശേരി അതിരൂപത അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് സ്ഥാപിച്ചത് ഞങ്ങൾ തന്നെയായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊരു ഫോറാന പള്ളിയാണ്. പിന്നീട് ഞങ്ങളെ അവിടുന്ന് വേറൊരു പള്ളിയിലേക്ക് ഞങ്ങളുടെ അതിർത്തി മാറ്റി. പിന്നെ ഈ ക്രിസ്മസ്, ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് കുമ്പസാരമുണ്ട്, കുമ്പസാരിപ്പിക്കാൻ പോകണം. അപ്പോൾ എങ്ങനെ അവധിക്ക് പിന്നെ പെരുന്നാളിനൊക്കെ ഒരുക്കമായിട്ടുള്ള കുമ്പസാരം, അപ്പോൾ കുമ്പസാരിപ്പിക്കാൻ പോകണം. അതൊക്കെ പിള്ളേരൊക്കെ കണ്ടുപിടിക്കല്ല എന്നെ. അതൊക്കെയാണ് മാതൃകാ പ്രവർത്തനങ്ങൾ. അവർക്ക് സഹായിക്കാവുന്നതൊക്കെ അവർ സഹായിച്ച് പോവുക. പിന്നെ നമ്മുടെ ഞങ്ങൾക്ക് ഇടയ്ക്ക് മന്ത്ലി കളക്ഷൻ അവരെ വിടണമെന്ന് പിതാക്കന്മാർ പറയുമായിരുന്നു. പക്ഷേ 500 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ തന്നെ 3 ദിവസം എടുക്കും പോകാനും വരാനും. അപ്പം അതുകൊണ്ട് ഞാനൊരിക്കലും അവരെ അതിനൊന്നും വിട്ടിട്ടില്ല. അച്ഛാ, നമ്മുടെ സീറോ മലബാർ സഭ ഈ വർഷം സമുദായ ശാക്തീകരണ വർഷമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഈ ഒരു സമുദായ ശാക്തീകരണ വർഷത്തിൽ എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനോട് പറയാനുള്ളത്? നമ്മുടെ അനുദിന പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളെല്ലായിടത്തും മാതൃകയായിരിക്കും. നമ്മൾ കളിപ്പിക്കുകയൊന്നും ചെയ്യരുത്. അതായത് പലപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ പേരിൽ നമ്മൾ ഒത്തിരി സത്യസന്ധതയ്ക്ക് വിരുദ്ധമായിട്ടൊക്കെ പെരുമാറേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കൊടുക്കുന്ന അതായത് തൊഴിലാളികൾക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് വേജസ് സ്ലിപ്പ് കൊടുക്കണം. ആ സ്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂലി, അവരുടെ പ്രൊവിഡൻറ്റ് ഫണ്ട്, അതൊക്കെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഒരു പൈസ പോലും നമ്മൾ അതിൻ്റെ അകത്ത് വെട്ടിക്കും. ഈ നമ്മുടെ സെമിനാരിക്കാർ വരുന്നവർക്കൊക്കെ അത് കാണാം, അവർ തന്നെയാണ് കണക്കെഴുതുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് കൊണ്ടുപോവുക. പിന്നെ നമ്മൾ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അതാ പ്രത്യേകിച്ച് ഈ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോഴേ അവിടെയൊക്കെ നമ്മളോട് ഇടപെടുന്നവർക്കൊക്കെ അതൊരു സുഖമുള്ള ഒരു കാര്യമാണ്. എന്താണേലും നിയമിക്കപ്പെട്ട സ്കൂളുകളിൽ ജോലി ചെയ്യാൻ പോയവർക്കൊക്കെ സന്തോഷമാണ്, അവർക്കൊന്നും പരാതിയൊന്നുമില്ലായിരുന്നു. നമ്മൾ സ്ഥാപനം നടത്തിയാൽ അത് സമുദായത്തിന് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും, എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ ധ്യാനം വേണം, പ്രാർത്ഥന വേണം. അവരെയൊക്കെ നമുക്ക് നല്ല ഒരു ക്രിസ്തീയ അരൂപിയിൽ അവരെ വളർത്തിയെടുക്കണം. പിന്നെ കൊടുക്കൽ വാങ്ങലുകളിൽ സത്യസന്ധത പാലിക്കണം. പിന്നെ സമുദായത്തിൻ്റെ നന്മയാണ് എല്ലായിടത്തും നമ്മുടെ ലക്ഷ്യം. നമുക്കെല്ലാവർക്കും പണം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും
നമ്മൾ ചെയ്യുന്നതൊക്കെ നേരെ ചൊവ്വയായിരിക്കണം. പിന്നെ ഉള്ള കാര്യം നമ്മൾ ആളുകൾക്ക് നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കി കൊടുക്കും. ഇത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ വിദേശ ഫണ്ടിനെ കുറിച്ചൊക്കെ വലിയ പ്രശ്നം വന്നിട്ടില്ലേ? നമ്മുടെ ജനം മനസ്സിലാക്കണം, നമ്മൾ ഒരു രൂപ അക്കൗണ്ടബിൾ ആയിരിക്കണമെന്ന്. ഇപ്പം സർക്കാരിന് നമ്മൾ കണക്ക് കൊടുക്കുന്നത് നമ്മളൊരിക്കലും വിഷമിക്കരുത്, കൊടുക്കണം. അന്നേരം തന്നെ എനിക്കൊരു പ്രോജക്റ്റ് കിട്ടിയാൽ അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് അന്നേരം അതിൻ്റെ റിപ്പോർട്ടും എല്ലാം കൊടുക്കുമായിരുന്നു. തഹസീൽദാരാണ് അത് പരിശോധിക്കുക. ഞാൻ പത്തനംതിട്ട ജില്ലയിലായിരുന്നപ്പോൾ അവിടെ എനിക്കൊരു 4 എയ്ഡ് കിട്ടി റോഡ് പണിയാനായിട്ട്. അതിനുവേണ്ടി തന്നെ ചിലവാക്കിയിട്ട് അതിൻ്റെ കൃത്യമായിട്ട് കണക്ക്, അതിൻ്റെ ഹാജർ എല്ലാം കൊടുത്തു. അപ്പം ഇതൊക്കെ ശരിയായിട്ടുള്ള കാണുമ്പോൾ അവർക്ക് തന്നെ സന്തോഷമായി, ഉദ്യോഗസ്ഥന്മാർക്ക്. ഇങ്ങനെയൊക്കെ അച്ഛൻ ഇതൊക്കെ എങ്ങനെ എത്രയും അച്ഛൻ അതിനൊക്കെ പരിശീലനം പഠിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് തന്നെ ഒരു പരിശീലനമല്ലേ. അങ്ങനെ ഇപ്പോൾ സാറിനോട് സംസാരിച്ചു, അത് അനുവദിച്ചു കഴിഞ്ഞപ്പോൾ തഹസീൽദാർക്ക് റിപ്പോർട്ട് കൊടുത്തു, പിന്നെ ചെയ്യാനുള്ള ജോലിയെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആളുകൾക്കെല്ലാം ആർക്ക് വേണ്ടി ചെയ്യുന്നു അവരിത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതിലൂടെ നമ്മുടെ സമൂഹം ശക്തിപ്പെടുക. അപ്പോൾ അവർ മനസ്സിലാക്കും, എടാ ഈ അച്ഛൻ നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആരും നമ്മുടെ സ്ഥാപനത്തെ വിമർശിക്കാനോ നമ്മുടെ അടുത്തൊന്ന് വഴക്കുണ്ടാക്കാനോ ഒന്നും ഇടയാകരുത്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. മാതൃകാപരമായിരിക്കണം, എല്ലാം അക്കൗണ്ടബിൾ ആയിരിക്കണം. അതായത് അതിനൊരു സോഷ്യൽ ഓഡിറ്റ്, ഞാൻ എന്തുമാത്രം പ്രവർത്തിച്ചു, അത് നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തക്ക വിധത്തിൽ ഞാൻ ആ പണം വിനിയോഗിച്ചു എന്നുള്ളത് മനുഷ്യനറിയണം. എന്നെങ്കിലേ നമ്മൾ ഈ സമുദായ ശാക്തീകരണം എന്ന് പറയുന്ന പരിപാടി വിജയിക്കുള്ളൂ. ഞാൻ ചെയ്തതെല്ലാം നന്മയ്ക്കായിട്ടാണ്, അതുകൊണ്ട് സമുദായത്തിൽ ഇന്ന നന്മയുണ്ടായി എന്ന് നമ്മൾ പറയണം. അപ്പോഴാളുകളത് മനസ്സിലാക്കും. പിന്നീട് നമ്മളിങ്ങനെ ഒരു സമുദായ ശാക്തീകരണം എന്ന് പറഞ്ഞ ഒരു മൂവ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വയ്ക്കും. ഈ കോളേജ് സമരത്തിനൊക്കെ പോയപ്പോൾ അതിനൊക്കെ വീട് സന്ദർശനമൊക്കെ പോകുമ്പോൾ ആളുകൾ ചോദിക്കും, അച്ഛാ എൻ്റെ മോൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല, എൻ്റെ മകൻ അഡ്മിഷൻ കിട്ടിയില്ല, പിന്നെ ഞാൻ എന്നാത്തിനാണ് സമരത്തിന് വരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, സ്ഥാപനത്തിൻ്റെ ഗുണം ഇതാണ്, നമുക്ക് തന്നെ അതിൻ്റെ ഗുണം. എൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്കുള്ളത് കൊണ്ട് അത്രയെങ്കിലും ആയില്ല. അപ്പം അവരെ പറഞ്ഞത് ബോധ്യപ്പെടുത്തണം. ഇത് ഈ പ്രതിസന്ധിയുടെ കാലത്ത് മാത്രമല്ല, സമുദായ ശാക്തീകരണം എന്നും നടക്കേണ്ട കാര്യമാണ്. ഇന്ന് കാൽവരി പൂക്കളിൽ നമ്മളോടൊപ്പം ഇത്രയും നേരമായിരുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് ചിറക്കടയിൽ അച്ഛനാണ്. അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. അച്ഛൻ്റെ ഇത്രയും നാളത്തെ ഒരു ദൈവാനുഭവവും ഒപ്പം വൈദിക ജീവിതവും അതുപോലെ തന്നെ അച്ഛൻ ശുശ്രൂഷ ചെയ്ത വിവിധ മേഖലകളിൽ നിന്നുള്ള അനുഭവമൊക്കെ നമ്മളുമായിട്ട് പങ്കുവെച്ചു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പമായിരുന്ന ബഹുമാനപ്പെട്ട അച്ഛന് ഒരുപാട് നന്ദി.